നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ തുക. നിലവിൽ 6 മാസത്തെ പെൻഷൻ തുക നമുക്ക് കുടിശ്ശികയായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് വളരെ നാളുകളായി ആ ഒരു തുകയും ലഭിക്കുന്നില്ല എന്നുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിലനിൽക്കവേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പും കൂടി വരികയാണ്. ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയിൽ നിന്ന് 2-3 മാസത്തെ പെൻഷൻ തുക ഉടൻ വിതരണം ചെയ്യുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 3 മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയെങ്കിലും എത്തിച്ച് നൽകുവാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നത്. മാർച്ച് മാസം പകുതിയോടുകൂടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിൽ നിന്നുകൊണ്ട് അതായത് 3 മാസത്തെയെങ്കിലും പെൻഷൻ തുക 4800 രൂപ പെൻഷൻ തുകയായി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യമാണുള്ളത്. മാർച്ച് മാസം പകുതിയോടുകൂടിയായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് നിയമപരമായി തടസ്സങ്ങളിൽ ഉള്ളതിനാൽ കൃത്യമായി അതിനു മുമ്പ് തന്നെ പെൻഷൻ തുക വിതരണം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്യമായ പെൻഷൻ വിതരണ തീയതി നിങ്ങളെ ദയവായി അറിയിക്കുന്നതായിരിക്കും. കൃത്യമായി ഇത്തരത്തിലുള്ള എല്ലാവിധ വാർത്തകളും തത്സമയം അറിയുന്നതിന് വേണ്ടി ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയൊരു വാർത്തയുമായി വീണ്ടും കാണാം.